മുസൽമാനും ക്രിസ്ത്യാനിയും നിന്റെ തന്നുടെ മക്കളും നോക്കിയിടണം. എന്തിനാണ് ഈ യുദ്ധ കോലാഹലം? നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് ഈ യുദ്ധ കോലാഹലം? നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവെടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. അകവെടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. Share chat. Download Moj. Download Moj. എല്ലാം ഇന്ന് എന്റെ മുമ്പിൽ ഇരിക്കുന്ന പലരും അനുഭവമുള്ളവർക്ക് അറിയാം. ഇങ്ങനെ ആസ്പത്രിയും ഇവിടുന്ന് വന്ന് മെറ്റൽസ് ഒക്കെ തന്നെ കച്ചവടം ചെയ്ത് പിന്നീട് ശരിയാവില്ല, ഇതെല്ലാം എന്റെ വഴിയെന്ന് തോന്നിയതുകൊണ്ട് വീണ്ടും തൊഴിലത്തിലേക്ക് പോവുകയും അവിടെ ആസ്പത്രിയുടെ ഒരു അഡ്മിനിസ്ട്രേറ്റർ ആയി പ്രവർത്തിക്കുകയും ചെയ്തു. ആ സമയത്ത് അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങളും ആയിരിക്കാം ഈ നോവലിന്റെ ഒരു പശ്ചാത്തലമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് തിരിച്ചു വന്നിട്ടും അദ്ദേഹം ഒരു ആസ്പത്രിയുടെ അഡ്മിനിസ്ട്രേറ്ററായി ഇപ്പോഴും തുടരുന്നു. അങ്ങനെ വരുമ്പോൾ ആസ്പത്രി എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവനെ സംരക്ഷിക്കുന്ന രക്ഷിക്കുന്ന ഒരു സ്ഥാപനമാണ്. അവിടെ ജനനം നടക്കുന്നു, മരണം നടക്കുന്നു, വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ അവിടെ കടന്നു പോകും. ഒരുപാട് ഡോക്ടർമാർ, ഒരുപാട് മറ്റ് ജീവനക്കാർ, നഴ്സുമാർ ഒക്കെ പ്രവർത്തിക്കുന്ന സ്ഥലം. അവർക്കൊക്കെ മനുഷ്യത്വത്തിന്റെ ഒരു സ്നേഹത്തിന്റെ ജീവിത സ്പർശമുള്ള മനോഭാവം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ രോഗിക്കും അതുപോലെ തന്നെ ആ സ്ഥാപനത്തിന് നിലനിൽപ്പുള്ളൂ. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സ്ഥാപനങ്ങൾ തുടങ്ങുന്നത് ചിലപ്പോൾ ബഹുമാനപ്പെട്ട ഡോക്ടർമാർക്ക് വഴി ഉണ്ടാകുമെന്ന് ക്ഷണിക്കുക. ഞാൻ അവരെയൊക്കെ ഉദ്ദേശിച്ചല്ല പറയുന്നത്. എങ്കിൽ പോലും ഇതൊരു വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങുമ്പോൾ ആ നാട്ടിൽ നല്ലൊരു വിദ്യാഭ്യാസമുള്ള സമൂഹത്തെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതായിരിക്കണം സങ്കല്പം. പക്ഷേ ലാഭം ഉണ്ടാക്കുക എന്നതാണ് അവിടെയും ലക്ഷ്യം. ആസ്പത്രി തുടങ്ങുമ്പോഴും അവിടുത്തെ ജനങ്ങളുടെ ആരോഗ്യത്തിന്റെ ഒരു കാഴ്ചപ്പാടായിരിക്കണം അതിന്റെ സ്ഥാപനത്തിന്റെ ഉടമസ്ഥർക്കും അവിടെ ഉള്ള ജീവനക്കാർക്കും ഉണ്ടാവുക. പക്ഷേ പലപ്പോഴും ലാഭം തന്നെ. ഗൾഫിലാണെങ്കിൽ അത് വളരെ ഭയാനകമാണ്. ഒരു രോഗി കാസിച്ച എന്ന് പറയുന്ന ആശുപത്രിയുടെ അതിന്റെ MD ചൂഷണം നടത്തുക എന്നുള്ളതാണ് അതിന്റെ മുതലാളിയുടെ ലക്ഷ്യം. അങ്ങനെയാണ് സുബൈറിനെ ചീത്ത പറയാത്ത ഒരു വാക്കുപോലുമില്ല. അവസാനം സുബൈറിനെ അവിടുന്ന് കെട്ടുകെട്ടിക്കുന്നു. ഇത് എക്സൈറ്റ് അടിക്കുന്ന വാക്കുണ്ടല്ലോ, അതടിച്ച് പുറത്ത് വിടുകയാണ്. പക്ഷെ അറിയുമ്പോഴേക്ക് ഈ കാസിച്ച യഥാർത്ഥത്തിൽ നമ്മുടെ ഇതേ കാസർഗോഡ് അവിടെ പോയി അവിടുത്തെ ഒരു ഗൾഫുകാരന്റെ ഒരു അറബിയുടെ സ്ഥാപനം വാടകയൊക്കെ എടുത്ത് 25,000 ദിനാർ അവിടെ കൊടുത്താണ് ഇദ്ദേഹം നടത്തുന്നത് എന്നാണ് അവസാനം മനസ്സിലാകുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അങ്ങനെയുള്ള ചൂഷണം നടക്കുന്ന ആ ഗൾഫ് രാജ്യങ്ങളിലെ അവസ്ഥ. നമ്മുടെ നാടും ഒട്ടും അതിൽ നിന്ന് വ്യത്യസ്തമല്ല എന്ന് ആസ്പത്രികളിൽ പോയിട്ടുള്ളവർക്കറിയാം എന്നുള്ളത് വേറൊരു കാര്യം. അതിനപ്പുറത്ത് കാസർഗോട്ടെ ചെമ്മനാട്ടെ പ്രത്യേകിച്ച് ഞാൻ പറയുകയാണ്, വളരെ ഒരു സംസ്കാര സമ്പന്നമായിട്ടുള്ള മനുഷ്യ ഈ സമത്വത്തിന്റെ മത സഹോദര്യത്തിന്റെ ഒരു വിളനിലമാണ് ചെമ്മനാട്. വളരെ നമുക്ക് അതിന്റെ വശങ്ങളൊക്കെ അവിടെ ഉണ്ട്. വളരെ ആ മതം മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മറ്റ് പല ഹിന്ദുക്കളും പല സ്ഥലങ്ങളിലും പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് അന്നുപോലും ചെല്ലാത്ത ഒരു പ്രദേശമാണ് ചെമ്മനാട്. അവിടെയാണ് ഈ പറയുന്ന സുബൈർ ചെറുതായിരിക്കുമ്പോൾ ഒരു അനുഭവം പറയുന്നത്. കാസർഗോഡ് വന്ന് ഓട്ടോറിക്ഷ മുട്ടി ആസ്പത്രിയിലാകും. മകനെ ചികിത്സിക്കാൻ മംഗലാപുരത്ത് കൊണ്ടുപോകണം, പറ്റുന്നില്ല. അപ്പോഴാണ് ഈ പറയുന്ന സുബൈർ അവിടെ എത്തിച്ചേരുന്നത്. സുബൈറിനാണെങ്കിൽ ഒരു പരിചയമില്ല, മംഗലാപുരത്ത് കൊണ്ടുപോകണം, എന്ത് ചെയ്യാൻ, നീ ഇവിടെ നിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സുബൈർ ഒറ്റപ്പെട്ടാണ് ഓടി ചെമ്മനാട്ടിലെത്തിയപ്പോൾ ഉപ്പയും വല്യുപ്പയൊക്കെ ഭയങ്കര ഭീകരന്മാരാണ്. അപ്പൊ ഉപ്പ ഇങ്ങോട്ട് വണ്ടി നമ്മുടെ തോടി കടന്നു വരുന്നു. അപ്പൊ സന്തോഷമായി. എന്താ നേരെ വീട്ടിൽ പോയി ഒരു തുണിയെടുത്ത് ഒരു തറയുണ്ടാക്കി നേരെ തോട്ടത്ത് പോയി അടക്ക പറിക്കുകയാണ്. അടക്ക പറിച്ച് അതിന് ടൗണിൽ കൊണ്ടുവന്ന് കിട്ടിയ വാശ് കൊണ്ട് ലക്ഷ്മി അമ്മക്കും എൻ്റെ സുഹൃത്തിൻ്റെ അമ്മയാണ് കൊണ്ട് മംഗലാപുരത്തേക്ക് പോവുകയാണ്. തിരിച്ച് വീട്ടിലെത്തിയപ്പോഴാണ് അറിയുന്നത്
അടക്ക കട്ട കള്ളനാണ് അത് സുബൈർ. പക്ഷെ എന്തിനു വേണ്ടി കട്ടു? തന്റെ സുഹൃത്തിന്റെ അമ്മ എപ്പോഴും കഞ്ഞി കുടിക്കാൻ വേണ്ടി പോകുന്ന അയൽ വീട്ടിലെ അമ്മ ഇങ്ങനെ ആക്സിഡന്റ് ആയി കിടന്നപ്പോൾ സഹായിക്കുന്നതിന് വേണ്ടി ഉപ്പയോടും വല്യുപ്പയോടും കാണാതെ കണ്ട് കവുങ്ങിൽ കയറി അടക്ക പറച്ച ആ മനുഷ്യൻ, ഒരു മനുഷ്യ സ്നേഹത്തിന്റെ യാതൊരു മതത്തിന്റെയോ യാതൊരു ലാഞ്ചന പോലും ഇല്ലാത്ത ആ മനുഷ്യൻ, അങ്ങനെ അയാളാണ് ഇവിടെ ഗൾഫിൽ പോകുന്നത്. അവിടെ അശോകനും അതുപോലെ ആൾക്കാർ അദ്ദേഹത്തെ ചതിയിൽപ്പെടുത്തുകയും അവസാനം ആസ്പത്രിയിൽ നിന്ന് അവിടെ ഒഴിവാക്കുകയും ചെയ്യുന്ന സംഭവം ഞാൻ തിരിച്ചു വരുന്നു. അങ്ങനെ എത്രയോ അനുഭവങ്ങൾ ഉള്ള കാര്യങ്ങൾ. ആ സുബൈർ ആസ്പത്രിയെ നന്നാക്കുന്നതിന് വേണ്ടി, ആ രോഗികൾക്ക് നല്ല ചികിത്സ കിട്ടുന്നതിന് വേണ്ടി പ്രവർത്തിച്ചപ്പോൾ ലാഭപ്രതിയായ കാസിംചിയും ഒക്കെ ചെയ്യുന്ന ദ്രോഹങ്ങളും ചീത്തകളൊക്കെ തന്നെ നമുക്ക് അനുഭവിക്കും. അതുപോലെ തന്നെ കാസിംചിന്റെ മകൾ ഷാഹിന എന്ന് പറയുന്ന പെൺകുട്ടിയുമായിട്ടുള്ള ആ ഒരു സ്നേഹം, അതൊക്കെ ആ നോവലിൽ ഇത് പറയുന്നത്. ആ നോവലിൽ എളുപ്പത്തിൽ വായിച്ചു തീർക്കാൻ പറ്റുന്ന വലിയ അക്ഷരങ്ങൾ, നമ്മുടെ ഇപ്പോഴുള്ള വയസ്സന്മാർക്ക് കണ്ണിൽ പിടിക്കാത്ത ചെറിയ അക്ഷരങ്ങളെല്ലാം നല്ല വലിയ അക്ഷരങ്ങളും നല്ല ഫ്ലോ, നല്ല ഒഴുക്കുള്ള വായനയ്ക്ക് വേണ്ടി പറ്റുന്ന ഒരു നോവലാണ്. അതുകൊണ്ട് തന്നെ അത് എല്ലാവർക്കും വായിക്കാൻ വേണ്ടി പറ്റണം എന്നാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ആതുരാലയ സ്ഥാപനങ്ങൾ നമ്മുടെ ലാഭത്തിനപ്പുറത്ത് അതൊരു മനുഷ്യ സ്നേഹത്തിന്റെ ഒരു ആശയങ്ങൾ ഉണ്ടാവണം എന്നാണ് ഇത് സൂചിപ്പിക്കാനുള്ളത്. അപ്പൊ അതിലെ ഇപ്പോൾ ഈ കാലം സാധാരണ നമുക്കിപ്പോ MT കുറിച്ചൂരിലെ അപ്പുണ്ണിയായാലും ശരി, അതുപോലെ തന്നെ നമ്മളെ ഗോവിന്ദൻകുട്ടിയായാലും ശരി, അത് സേതുവായാലും ശരി, അത് ആ പാലക്കാടിന്റെ ചുറ്റുപാടുമുള്ള ജീവിതം, അവിടുത്തെ തോടുകൾ, കാടുകൾ, മരങ്ങൾ എല്ലാം ഉൾക്കൊള്ളുന്ന ജീവിതത്തിന്റെ ഒരു ഉൾക്കാമ്പാണ് അദ്ദേഹത്തിന് എല്ലാ രചനകളും. അതേപോലെ തന്നെ മൊമാൽച്ചന്റെ കഥകൾ, അദ്ദേഹം ജീവിച്ച ചെമ്മനാടിന്റെയും പരിസരത്തെയും കഥാപാത്രങ്ങളും അവിടുത്തെ ജീവിത രീതികളും, അതുപോലെ തന്നെ കുവൈത്തിലുണ്ടായിട്ടുള്ള അനുഭവങ്ങളൊക്കെ തന്നെ ചാലിച്ചെടുത്ത അതിമനോഹരമായ ഈ നോവൽ നിങ്ങൾ എല്ലാവരും വായിക്കണം. അത് ഞാൻ എൻ്റെ കഥ കൂടുതൽ പറയുന്നില്ല, അത് പലർക്കും പറയാനുണ്ടാവും എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈ രണ്ടാമത്തെ നോവൽ, ഇനി മൂന്നാമത്തെ നല്ലൊരു നോവലോ കഥകളോ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പ്രവാസം എന്ന് പറയുന്നത് അതും നേരത്തെ പറഞ്ഞതുപോലെ അത് ഈ ലേഖനങ്ങളുടെ ഒരു സമാഹാരമാണ്. അതും നല്ല വായിക്കാൻ ഇമ്പമുള്ള ഒരു ഫ്ലോ കിട്ടുന്ന പുസ്തകമാണ്. ഈ കണ്ടാൽ വളരെ ഈ രൂപത്തിലുള്ള മനുഷ്യൻ ഇങ്ങനെ ഒരു വായനക്കാരനാണോ എഴുത്തുകാരനാണോ എന്ന് നമുക്ക് സംശയിച്ചു പോകും. അതായത് കഴിഞ്ഞ പ്രാവശ്യം ഇത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ 14 മാസമാണ് ഉദ്ഘാടനം ചെയ്തത്. ആ ഉദ്ഘാടനം ചെയ്യുമ്പോൾ അവിടുത്തെ ആസ്പത്രി, നമ്മുടെ കേരള ആസ്പത്രിയിൽ ഡോക്ടറാണ് ഈ പറഞ്ഞാൽ ഞാൻ അത്ഭുതപ്പെട്ടു. അത്രമാത്രം ഗഹനമായിട്ടുള്ള സാഹിത്യ രംഗത്തെല്ലാം കൂടി കടന്നു പോകുന്ന ഒരു മനുഷ്യൻ. അപ്പൊ അദ്ദേഹം അവിടെ നന്നായി പ്രസംഗിച്ചു. അപ്പൊ അദ്ദേഹത്തെ വിളിക്കണം എന്ന് ഞാൻ മനസ്സിലാക്കി പറയണം. അദ്ദേഹം പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളിലൂടെ പോയി എന്നുള്ളതാണ്. അപ്പൊ ഡോക്ടർമാർ, ഇപ്പൊ നമ്മുടെ സർക്കാർ ഡോക്ടറുടെ ഉണ്ട്, നല്ല പുസ്തകങ്ങൾ എഴുതുന്നതാണ്, അതുപോലെ തന്നെ ഡോക്ടർ പുനർത്തുണ്ട്, അങ്ങനെയൊക്കെ ഡോക്ടർമാരൊക്കെ നമുക്ക് ഉണ്ട്. അങ്ങനെ വായിക്കുന്നവരും ഉണ്ട് എന്ന് കേൾക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ആ ഒരു ആസ്പത്രിയിൽ പ്രവർത്തിക്കുന്ന മൊമാൽച്ച ഇനിയും ആസ്പത്രിയുടെ ജീവിതങ്ങളിലെ അവരുടെ അനുഭവങ്ങളും കൂടി അങ്ങനെ കൂടുതൽ പറഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നോവലുകൾ ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇതെല്ലാവരും വായിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥനയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എത്ര പേജ് ഉണ്ടെന്ന് 360 ചില്ലാൻ പേജ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഇത് വായിക്കാൻ എത്ര സമയം എടുക്കും? പക്ഷേ പുസ്തകം കയ്യിൽ കിട്ടി വായിച്ചപ്പോൾ ഒരു ഇരിപ്പിന് റഹ്മാൻ മാഷ് 4 മണിക്കൂർ കൊണ്ട് വായിച്ചെങ്കിൽ ഞാനൊരു 5 മണിക്കൂർ എടുത്തു. വിശ്വവിഖ്യാത എഴുത്തുകാരനായ മാർക്ക് ട്വെയിൻ ദിവസവും പലവിധ രോഗലക്ഷണങ്ങളുമായി ഡോക്ടറെ സമീപിക്കുമായിരുന്നു. രാവിലെ ഉദരവേദനയോടെ ഗാസ്ട്രോ എൻട്രോളജിസ്റ്റിനെ, ഉച്ചക്ക് നെഞ്ചുവേദനയോടെ കാർഡിയോളജിസ്റ്റിനെ, വൈകുന്നേരം നാഡീവേദനയോടെ ന്യൂറോളജിസ്റ്റിനെ. എന്നിട്ട് ഈ ഡോക്ടറൊക്കെ കുറിച്ചു കൊടുക്കുന്ന മരുന്ന് വാങ്ങി അദ്ദേഹം തോട്ടിലൊഴുക്കി കളയുകയായിരുന്നു പതിവ്. അപ്പോൾ ഈ ഭ്രാന്ത നടപടിയുടെ കാരണം അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഈ ഡോക്ടർമാരെ കണ്ട് ഞാനിങ്ങനെ കൺസൾട്ട് ചെയ്ത് അവർക്ക് ഫീസ് കൊടുക്കുന്നത് അവർക്ക് ജീവിക്കാൻ വേണ്ടിയാണ്. അതിനുശേഷം മരുന്ന് കമ്പനിയിൽ പോയി, മരുന്ന് ഷോപ്പിൽ പോയി മരുന്ന് വാങ്ങുന്നത് മരുന്ന് ഷോപ്പുകാർക്കും കമ്പനിക്കാർക്കും ജീവിക്കാൻ വേണ്ടിയാണ്. അവസാനത്തിൽ തോട്ടിലൊഴുക്കി കളയുന്നത് എനിക്കും ജീവിക്കാൻ വേണ്ടിയാണ്. ഹേതുക്കൾ എന്തെന്ന് ഗണിച്ചിടാതെ ഡോക്ടർ കുടിക്കുന്ന മരുന്ന് വാങ്ങി തിന്നും കുടിച്ചും നരകിച്ചു നിത്യം മർത്യൻ മരിക്കുന്നു മരുന്ന് മൂലമെന്നാണ് മാർക്ക് ട്വെയിൻ്റെ സിദ്ധാന്തം ഉണ്ടായിരുന്നത്. സത്യത്തിൽ ആരോ ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ദൈവം ഭേദമാക്കിയ അസുഖങ്ങൾക്ക് ഡോക്ടർമാർ ഫീസ് വാങ്ങുന്നതെന്ന്. അത് പറഞ്ഞത് ആരെന്നറിയില്ല, എന്നാൽ ആ പറഞ്ഞതിനോട് നമ്മൾ ശുപാർശ പറയണം. അത് തന്നെയാണ് ഇതിൻ്റെ ഒരു കഥ. ഇതിൽ തോട്ടത്തിൽ നമ്മൾ വെച്ചാവും പറയുന്ന സംഭവം ഇത് തന്നെയാണ്. ഇന്നുള്ള കൊള്ള, ആസ്പത്രികളുടെ കൊള്ള, ഇതിൽ നന്മയും തിന്മയുടെയും ഒരു പോരാട്ടമാണ് നടക്കുന്നത് ഇങ്ങോട്ടും ഇങ്ങോട്ടും.
ഒരു ഭാഗത്ത് ചെകുത്താന്മാരും മറ്റൊരു ഭാഗത്ത് മാലാഖമാരും. അതിൽ കാസിം ചേർന്ന കഥാപാത്രം ഈ പറഞ്ഞ കാസർഗോഡ് ചുറ്റുപാടിൽ നിന്ന് ഈ 10ാം ക്ലാസ്സും ഇല്ല 3ാം ക്ലാസ്സും ഗുസ്തിയായി കുവൈത്തിൽ പോയി ആ ഒരു വാക്ക് തന്നെ ഉപയോഗിക്കണം. തരി ഒരു ഹോസ്പിറ്റൽ ഉണ്ടാക്കി. അദ്ദേഹത്തിൻ്റെ മുമ്പിലുള്ളത് ഈ അവിടെയുള്ള ഉപകരണങ്ങൾ എത്ര കാശ് ചെലവാക്കിയോ അതൊക്കെ എത്രയും പെട്ടെന്ന് തിരിച്ചു പിടിക്കാൻ വേണ്ടി ഡോക്ടേഴ്സിനെ നിർബന്ധിക്കുന്ന ഒരു പ്രക്രിയയാണ് അവിടെ നടക്കുന്നത്. അപ്പൊ ഇതിന് നന്മയുടെ പ്രതീകമായ സുബൈർ ഇതിനൊന്നും കൂട്ടു നിൽക്കുന്നില്ല. അദ്ദേഹം ഒരു അനീതി കാണുമ്പോൾ അവിടെ എതിർക്കുകയാണ് ചെയ്യുന്നത്, എല്ലാം എതിർക്കും. എന്നിട്ട് ഈ കാസിമായി ബദ്ധശത്രുതയിലാണ്. അവസാനം എല്ലാം ഒഴിവാക്കി നാട്ടിൽ വരുന്ന പുതിയൊരു ഹോസ്പിറ്റൽ ഉണ്ടാക്കി എന്താണ് ആതുര സേവനം എന്ന് കാണിച്ചു കൊടുക്കുന്നതാണ് ഇതിന്റെ മുഖ്യ പ്രമേയം. അപ്പൊ ഈ പറഞ്ഞത് ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള കംപ്ലൈന്റുകൾ ഞാൻ ഇതിനടുത്ത് ഒരു ലേഖനം എഴുതി. അകത്ത് കത്തി പുറത്ത് പത്തി എന്നുള്ളതാണ് ഫുള്ള്. അതിൽ ഒരു 3 ഇത് എഴുതിയിട്ടുണ്ട്. ഞാൻ ഇതിനെ കുറിച്ച് തന്നെയാണ് ഹോസ്പിറ്റലുകളുടെ ഉദ്ദിഷ്ടകാര്യത്തിന് ഉപകാര സ്മരണ എന്ന് പറഞ്ഞ് ഡോക്ടർമാർക്ക് ഇന്നിപ്പോൾ മരുന്ന് കമ്പനിക്കാർ വാരിക്കോരി കൊടുക്കുകയാണ്. റിസോർട്ടുകളും അതും ഇതും കാറുകളും. അത് ആദ്യം ഈ പറഞ്ഞ കമ്മീഷനിൽ നിന്ന് തുടങ്ങിയതായിരുന്നു. ഇന്ന് അതിൻ്റെ പരിധിയൊക്കെ ലംഘിച്ച് അത് പലതുമായി മാറിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇതിൽ പ്രമേയമായി വരുന്നത്. എന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു കാര്യമാണ് ഇതിലെ പ്രധാന കഥാപാത്രമായ സുബൈർ. അയാൾ അവസാനം നാട്ടിലെത്തുകയാണ്. നാട്ടിലെത്തി ഒരു ഹോസ്പിറ്റൽ ഉണ്ടാക്കുന്നുണ്ട്. എസ്റ്റാൻ്റെ ആ ഒരു ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി ഒരു ഹോസ്പിറ്റൽ ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വലിയ സെലിബ്രിറ്റീസിനൊന്നും ചേടി പോകുന്നില്ല. നമ്മുടെ ഒരു MLA മതി എന്ന് പറഞ്ഞ് ആദൂർ ഭാഗത്തേക്കാണ് പോകുന്നത്. അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു. അടുത്ത് കണ്ട ഒരു പള്ളിയിൽ കയറിയപ്പോൾ അവിടെ ഇമാമില്ല, കുത്തുബ നിർവഹിക്കാനുള്ള ആരുമില്ല. ആൾക്കാരൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആരും ഒരാൾ ചോദിക്കുന്നുണ്ട്, ആർക്കെങ്കിലും കുത്തുബ നിർവഹിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ആരും ഒന്നും ഒരു അക്ഷരം കൂട്ടുന്നില്ല. അപ്പോൾ ആരോ പറയുന്നുണ്ട് ഇങ്ങനെ ഒരാളുണ്ട്, അയാൾ കുത്തുബ, പക്ഷെ അയാൾക്ക് മലയാളത്തിൽ മാത്രമേ അറിയൂ, അറബി അറിയില്ല. അറബി. അപ്പൊ അവിടെ ഒരു ക്ലാഷ് നടക്കുകയാണ്. മലയാളത്തിൽ പറ്റില്ല, അറബിയിൽ തന്നെ നിർബന്ധമായും കുത്തുബ ഓതിയിരിക്കണമെന്നാണ്. അങ്ങനെ ഒരു വിഭാഗം പറഞ്ഞു എന്നാലും നടക്കട്ടെ, കുത്തുബ നടക്കട്ടെ, ജുമ ഒഴിവാക്കരുതല്ലോ എന്നും പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹം ഈ മിമ്പറിൽ കയറി കുത്തുബ നിർവഹിക്കുന്ന മലയാളത്തിലാണ്. അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും രസകരമായ കാര്യം. കാരണം പർച്ചോൻ ഖുർആൻ തങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ്, ഇന്നമൽ അഹ്ബാരി വർ റുഹ്ബാൻ യൗകുലുന അംവാലന്നാസി ഫിൽ ബാത്തിലി വ യസദ്ദൂന അൻ സബീലില്ലാഹ്. പണ്ഡിതരിൽ വലിയ വിഭാഗം, വളരെയേറെ വിഭാഗക്കാരെ ജനങ്ങളുടെ മുതലുകളും സ്വത്തുകളും അന്യായമായി ഭക്ഷിക്കുകയും ദൈവത്തിന്റെ വഴിയിൽ നിന്ന് അവരെ തടയപ്പെടുകയും ചെയ്യുന്നതാണ് മറ്റുള്ളവർ. അതാണ് മുഹമ്മദ് ഇൽക്കയുടെ അടിവരയിട്ടിട്ട് പറയുന്ന ഒരു കാര്യം. എന്നിട്ട് ഈ സുബൈർ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇന്നത്തെ പണ്ഡിത ലോകം എന്താണ് ചെയ്യുന്നത്? അപ്പൊ നന്മ നിറഞ്ഞ മനസ്സിന്റെ ഉറവിടമാണ്. ദയനീയമായ അവസ്ഥയാണ് നമ്മുടെ. നമ്മൾ ഏതെങ്കിലും ഒരു, ഇപ്പോൾ ഈയിടെ ഞങ്ങളൊരു തമാശയ്ക്ക് വേണ്ടി പറയാറുണ്ട്, ഒരു മെഡിക്കൽ ഷോപ്പ് തുറക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വിളിച്ചുകൊണ്ട് നമ്മൾ അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. ഈ മെഡിക്കൽ ഒരു വലിയ കച്ചവടമൊക്കെ വളരെ കൂടിയിട്ട് ദിവസവും വലിയ തിരക്കേറിയ കച്ചവടം നടന്നിട്ട് ഈ സ്ഥാപനം വളരെ വലുതാവട്ടെ. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ ഒരുപാട് രോഗികളെ സൃഷ്ടിക്കപ്പെട്ടിട്ടെ എന്നല്ലേ. അങ്ങനെ മനുഷ്യർ ഇന്ന് ഏറ്റവും നല്ല മുതലെടുപ്പ് നടത്തുന്ന ഇത്രയും മാനസികമായ ചില പ്രശ്നങ്ങളുടെ മേലാണ് ഈ വിദ്യാഭ്യാസം, അതുപോലെ തന്നെ ഈ ആരോഗ്യം, ഈ 2 പ്രശ്നങ്ങൾ എങ്ങനെയാണ് ഒരു ബിസിനസ് ആവുന്നത് എന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ ഈ നോവൽ നമ്മൾ പ്രേരിപ്പിക്കുന്നുണ്ട്. ഇത് രണ്ടും യഥാർത്ഥത്തിൽ ബിസിനസ്സാണോ അല്ലെങ്കിൽ സേവന മേഖലയാണ്? സർക്കാർ തന്നെ ഇന്ന് സേവന മേഖലയിലേക്ക് ബിസിനസ് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതായത് നമ്മുടെ എയ്ഡഡ് സ്കൂളുകളിലൊക്കെ, ഈ എയ്ഡഡ് സ്കൂളൊക്കെ എന്നെ അത് സർക്കാർ ശമ്പളം കൊടുത്ത് പറഞ്ഞ അധ്യാപകരാണ്. പക്ഷേ ഒരു അധ്യാപിക ആ സ്കൂളിലേക്ക് ഒരു ഒരു പോസ്റ്റിലേക്ക് വരാൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എത്രയോ ലക്ഷങ്ങൾ കൊടുക്കേണ്ടി വരും. ഇത് മുതലാളിക്കും അയാൾക്ക് ശമ്പളം സർക്കാരുമാണ്. സർക്കാർ ശമ്പളം എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ നികുതിയാണ്. അത് ആ മേഖല എങ്ങനെയാണ്? അതൊരു സേവന മേഖലയാണ്. അതുപോലെ തന്നെയാണ് വിദ്യാഭ്യാസ ഈ ആരോഗ്യ മേഖലയിൽ. ഈ ആരോഗ്യ മേഖലയുടെ ഈ പൊരുത്തക്കേടുകൾ ഇത് നമ്മുടെ ഈ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ മാത്രമല്ല, ലോകത്ത് എവിടെയും നിലനിൽക്കുന്നുണ്ട് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെയിൻ സ്ട്രീം നോവലിസ്റ്റ് അല്ല, ഒരു പ്രാദേശിക നോവലിസ്റ്റ് അതിലേക്ക് വരേണ്ടി വന്നു.
അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിലൂടെ അത് പറയാൻ പറഞ്ഞു. അത് വളരെ ശക്തമായി അദ്ദേഹത്തിന് പറയാൻ സാധിച്ചുകൊണ്ട് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. സുഖമുള്ള കുടിക്കാറുണ്ട്. അപ്പോൾ എന്തെങ്കിലും നമ്മളെ കഴിയുന്ന സഹായ സഹകരണങ്ങൾ ചെയ്യാൻ കൊടുക്കാറുണ്ട്. ഇന്നത്തെ ഒരു സംഭവം മാത്രം ഞാൻ സൂചിപ്പിച്ച് നിർത്താം. ഇന്ന് എൻ്റെ അടിയനിക്ക് പങ്കുള്ള ഭർത്താവിന് കുറച്ച് ദിവസം മുമ്പ് ഒരാഴ്ച മുമ്പ് അറ്റാക്ക് ഉണ്ടായി. അങ്ങനെ ഇവിടെ ആസ്പത്രിക്കൊക്കെ കാണിച്ച് അവരെല്ലാ ടെസ്റ്റും ഇവിടുന്ന് നടത്തി അവസാനം പറഞ്ഞ് മംഗലാപുരം കൊണ്ടുപോകണം. അപ്പോൾ നല്ലൊരു ബഡ്ജറ്റ് ഇവിടുന്ന് മംഗലാപുരം കൊണ്ടുപോയി ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ വെച്ച് 3 ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞ് 3 ബ്ലോക്ക് എൻജോയ് ചെയ്തു. പിന്നെ വന്ന് 6ാമത്തെ ദിവസമാണ് വീണ്ടും ശ്വാസം മുട്ടുണ്ടായി. ഹോസ്പിറ്റലിലേക്ക് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ICUയിൽ കയറ്റി കാണിച്ച് അവസാനം എല്ലാ ടെസ്റ്റും കഴിഞ്ഞ് പിന്നെ ട്രെയിനൊരു സ്റ്റേഷനിൽ സ്റ്റേ ചെയ്യുന്നത് മുതൽ ആണ് ഞങ്ങൾ ഡയറക്റ്റ് കൊണ്ടുപോകുമ്പോൾ പിന്നെ പെട്ടെന്ന് വിചാരിച്ച് ഇവിടെ ഒന്ന് കാണിക്കാന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇവിടെ കാണിച്ചത്. അപ്പോൾ ഇവിടെ കാണിച്ചിട്ട് ലാസ്റ്റ് ഡോക്ടർ പറഞ്ഞു മംഗലാപുരം കൊണ്ടുപോകണം. ഇവിടെ ബില്ല് വന്ന് ഞാൻ ഹോസ്പിറ്റൽ പറയുന്നില്ല 8000 രൂപയുടെ ബില്ല് വന്നു. 8000 രൂപയുടെ ബില്ല് വന്നു. പക്ഷെ 2-2.5 ലക്ഷം രൂപ ചിലവായിട്ട് ഇപ്പോൾ ഒരാഴ്ച മുന്നേ ഒരു ഓപ്പറേഷൻ ചെയ്ത ഒരു വ്യക്തിയാണ് വീണ്ടും ഒരു 8 ലക്ഷം രൂപ വളരെ പ്രയാസപ്പെട്ടിട്ടാണ് അവർക്കത് കടം വാങ്ങിയിട്ടാണ് അവർ ഈ ഓപ്പറേഷൻ നടത്തിയത്. എന്നിട്ട് ഇവിടെ ഒരു 8 ലക്ഷം രൂപ. അപ്പോൾ ഇന്ന് ആംബുലൻസിലൂടെ അവിടെ മംഗലാപുരം കൊണ്ടുപോയി. അപ്പോൾ അതാണ് മനുഷ്യൻ്റെ എന്ത് ചെയ്യും. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് രക്ഷപ്പെടും എന്നുള്ള നിലയിൽ നമ്മൾ കടമൊക്കെ വാങ്ങിയിട്ട് ഓപ്പറേഷൻ ചെയ്യും. അപ്പോൾ പിന്നെ പ്രശ്നങ്ങളുണ്ടായി. ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞ് ഇതിൽ വെള്ളം വന്നു, ലങ്സിൽ വെള്ളം വന്നു. അപ്പോൾ ഇങ്ങനെയാണ് മനുഷ്യൻ്റെ സാഹചര്യം. അതാണ് ആ സാഹചര്യത്തെ പറ്റി ഇത് എഴുതുമ്പോൾ എന്തെങ്കിലും ഈ കച്ചവടാടിസ്ഥാനത്തിൽ ഹോസ്പിറ്റൽ നടത്തുന്ന വ്യക്തികൾ അത് കാണാനിടയാൽ അവർക്ക് മനസ്സിലൊരു മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ അതാണ് കാരണം ഇത് എതിർത്തിട്ട് പറയുന്ന ആൾക്കാരുണ്ടാവും. ഉമ്മാരടിച്ചാൽ 2 കൂട്ടുണ്ടാവും. എന്ത് പറഞ്ഞാലും ചിലപ്പോൾ അത് ചെയ്തത് നല്ലതെന്ന് പറയും. എത്ര നല്ല ചെയ്താലും കുറച്ച് ആൾക്കാർ പറയും ചെയ്ത അത്ര നന്നായിട്ടാണ്. അതാണ് മനുഷ്യൻ. ഏതായിരുന്നാലും ഈ അദ്ദേഹം ആ ഫീൽഡിൽ ഇരുന്നു കൊണ്ട് എഴുതുന്ന ആ നോവലിന് ഒരു പ്രത്യേകതയുണ്ട്. അദ്ദേഹത്തിൻ്റെ മനസ്സ് ചിലപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും ആ മനസ്സാണ് നമുക്ക് ആ നോവലിലൂടെ കാണാൻ സാധിച്ചത്. ഇനിയും അദ്ദേഹത്തിന് എഴുതാനും നമ്മളുടെ ഇടയിൽ വന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കാനും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ ധാരാളം സാംസ്കാരിക സംഘടനകൾ പ്രവർത്തിക്കുന്നു. കോലായി, തനിമ, കാസർഗോഡ് സാംസ്കാരിക വേദി, പുരോഗമന കലാസാഹിത്യ സംഘം തുടങ്ങിയ സംഘടനകൾ വ്യത്യസ്ത രീതിയിൽ ഇവരെല്ലാം സമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി സജീവമായി ഇടപെടുന്നു. അതുപോലെ നമ്മുടെ പ്രാദേശിക പത്രങ്ങൾ, സായാഹ്ന പത്രങ്ങളൊക്കെ സാഹിത്യകാരങ്ങൾക്ക് പരമാവധി പ്രോത്സാഹനം നൽകുന്നു. സാംസ്കാരികത്തിന്റെ വളർച്ച എന്ന് പറയുന്നത് സമൂഹത്തിൽ സൗഹൃദവും ശാന്തിയും പ്രദാനം ചെയ്യാൻ സഹായിക്കുമെന്നുള്ള കാര്യം യാതൊരു സംശയമില്ല. സാഹിത്യാഭിരുചിയുള്ള സാംസ്കാരിക മനസ്സുള്ള ഒരാൾക്ക് ഒരിക്കലും ഒരു സാമൂഹിക വിരുദ്ധരാവാൻ കഴിയില്ല എന്നതുകൊണ്ട് പരമാവധി ഇവരെല്ലാം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ്. നമുക്ക് മുമ്പൊക്കെ അറിയാവുന്ന കുറെ എഴുത്തുകാരുണ്ട്. നമ്മളെ രവീന്ദ്രൻ പാടി പോലുള്ള പരിമിതമായ ആളുകൾ മാത്രമേ നമുക്ക് മുമ്പ് അറിയുമായിരുന്നു. ഇപ്പൊ ധാരാളം ആളുകൾ അറിയാം. ഈ പുസ്തകത്തിന്റെ പേര് കേൾക്കുന്നതിന് നടുക്കമാണ് യഥാർത്ഥത്തിൽ. വെന്റിലേറ്റർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആപ്റ്റായ പേരാണ്. ഇപ്പൊ ഇവിടെ ഞാൻ പുസ്തകം വായിച്ചിട്ടില്ല. പുസ്തകത്തെ സംബന്ധിച്ചിവിടെ പറഞ്ഞ ആളുകളിൽ നിന്ന് മനസ്സിലായത് ആ പുസ്തകത്തെ വെന്റിലേറ്ററിന്റെ പേര് കേൾക്കുമ്പോൾ എന്താണോ നമ്മുടെ മനസ്സിൽ അത് തന്നെയാണ് അതിൽ ഉൾച്ചേർന്നിട്ടെന്ന് മനസ്സിലാവുകയാണ്. യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു 10-20 കൊല്ലം ആയിട്ടാണ് നമുക്ക് ഈ വെന്റിലേറ്റർ അത്ര പരിചയമാകുന്നത്. മുമ്പ് നമുക്ക് അങ്ങനെ പരിചയമില്ല. വെന്റിലേറ്ററിന്റെ പേരോ ഉപകരണം. യഥാർത്ഥത്തിൽ വെന്റിലേറ്ററിൽ ഒരു രോഗി പ്രവേശിക്കപ്പെടുമ്പോൾ ആ രോഗി എല്ലാ വെന്റിലേറ്ററിൽ കിടക്കുന്ന ആ കുടുംബമാണ്. ഇവിടെ ഒരുപാട് ആളുകൾ അനുഭവം പറഞ്ഞല്ലോ. വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്നതിന്റെ സാമ്പത്തിക ബാധ്യത, അതുമാത്രമല്ല അതിന്റെ ബാക്കിയായ ഇവിടെ പറഞ്ഞ ടെസ്റ്റുകളും പരിശോധനകളും എല്ലാം
കൂടിയുള്ള ബാധ്യത ആ കുടുംബത്തെ തന്നെ തകർക്കുന്ന അവസ്ഥയിലേക്കാണ് വരുന്നത് എന്ന് നമുക്കെല്ലാം അറിയാം. ഒരു രോഗിയെ വീട്ടിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുന്നു പറയുമ്പോൾ തന്നെ ആ കുടുംബത്തിന്റെ ഒരു വേവലാതി ബാക്കിയുള്ളവർ പങ്കുവെക്കുക, മനസ്സിൽ പങ്കുവെക്കുകയാണ്. യഥാർത്ഥത്തിൽ ചിലർക്ക് വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാവും. രവീന്ദ്രൻ പറഞ്ഞ പോലെ, പാടി പറഞ്ഞതുപോലെ ആശുപത്രി ഇതൊക്കെ ആവശ്യമാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ കേൾക്കുന്നത് മരിച്ചു കഴിഞ്ഞതിന് ശേഷവും വെന്റിലേറ്ററിൽ നിന്ന് നീക്കാത്ത അവിടെ തന്നെ നിർത്തിയിട്ട് ഫീസ് ഈടാക്കുന്ന അനുഭവം പലരും പറഞ്ഞിട്ട് ഏറെക്കുറെ അതിൽ അല്പമെങ്കിലും സത്യമുണ്ട് താനും. നിസ്സാരമായ അസുഖങ്ങൾ ഡോക്ടർക്ക് പരിശോധിച്ചാൽ മനസ്സിലാവുന്നതിന് പോലും വലിയ ചെലവുള്ള ടെസ്റ്റ് എഴുതി കൊടുക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ രഹിതമായ സമീപനം തന്നെയാണ്. ആശുപത്രി ഉപകരണം എന്ന് പറയുന്നത് വലിയ പണച്ചെലവുള്ള സാധനങ്ങളാണ്. കോടികളുടെ ഇൻവെസ്റ്റ്മെന്റ് വേണം. യഥാർത്ഥത്തിൽ കോടികൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് ആശുപത്രിയിലേക്ക് വരുന്ന രോഗിക്ക് 1% രോഗികൾക്ക് മാത്രമായിരിക്കും ഈ ഉപകരണം കൊണ്ട് പ്രയോജനം. പക്ഷെ ആശുപത്രി ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം മുതലാക്കാൻ വേണ്ടി വേണ്ടുന്നവർക്കും വേണ്ടാത്തവർക്കും അതിന്റെ ഉപയോഗം ചാർത്തി കൊടുക്കുന്നതാണ് ഇതിന്റെ പുറകിലുള്ള ഒരു ദുര്യോഗം. അത് അന്നന്നത്തെ ജീവിതത്തിൽ ഭാഗം കണ്ടെത്താൻ പ്രയാസപ്പെടുന്ന കുടുംബങ്ങളാണ് അതിലേറെയും പ്രയാസപ്പെടുന്നത്. ഇതിന്റെ വസ്തുത ആശുപത്രി ജീവനക്കാരൻ തന്നെ, അല്ലെങ്കിൽ ആശുപത്രിയിലെ ഒരു പ്രധാനപ്പെട്ട തസ്തികരിക്കുന്ന ആൾ തന്നെ സമൂഹത്തെ അറിയിക്കുക എന്ന് പറയുന്നത് അത്യന്തം ഗൗരവമുള്ള വിഷയം തന്നെയാണ്. അദ്ദേഹത്തിന്റെ കാര്യം പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ മാനസികമായ ഒരു അലിവ്, ഒരു എമ്പതി മനസ്സിലാക്കാൻ സൂക്ഷിക്കാത്ത ഒരാൾക്ക് താൻ ജോലി ചെയ്യുന്ന സ്ഥാപനം അടക്കമുള്ള സ്ഥലത്ത് നടക്കുന്ന എന്ന് പറഞ്ഞാൽ ആ ആശുപത്രിയല്ല ഞാൻ പറയുന്നത്, പർട്ടിക്കുലർ ആശുപത്രിയല്ല, ഈ മേഖലയിൽ നടക്കുന്ന ചൂഷണം പുറലോകത്തെ അറിയിക്കുക എന്ന് പറയുന്നത് ആ പുതിയ വിശാലതയാണ്. സാധാരണ ആളുകൾ അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഞാൻ സ്വല്ല കഴിയില്ല, ഞാൻ ഒന്നും പറയുന്നില്ല എന്ന രീതിയിൽ മാറിയിരിക്കുന്നതിന് പകരം അത് പറഞ്ഞേ പറ്റൂ എന്നുള്ള തോന്നൽ, അങ്ങനെയാണല്ലോ, നമുക്കൊന്ന് പറഞ്ഞേ പറ്റൂ എന്ന് തോന്നുമ്പോഴാണ്, നേരിട്ട് പറയാൻ വേദിയില്ലാതിരിക്കുമ്പോഴാണ് അത് സാഹിത്യ രൂപമായും മറ്റുമായി പ്രദർശിപ്പിക്കപ്പെടുന്നത്. സർവീസ് ബാങ്ക്, സർവീസ് സഹകരണ ബാങ്കിന്റെ മുകളിൽ AC ഓഡിറ്റോറിയം അവിടെ വെച്ച് നടക്കുകയാണ്. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ മന്ത്രി, കായിക ന്യൂനപക്ഷ മന്ത്രിയാണ്. അദ്ദേഹം CH കുഞ്ഞമ്പും ബുദ്ധുമായ MLA CH കുഞ്ഞമ്പും നൽകിക്കൊണ്ട് പ്രകാശിക്കുകയാണ്. എല്ലാവരും വരണം. പുസ്തകത്തിന്റെ പേര് തേറുവാനമാണ്. ഈ തേറുവാനം എന്ന് പറയുന്നത് അന്തർസ്ഥിതി നാടാണ്. അപ്പൊ അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, മാറമൂടി കയ്യിലുള്ള പുസ്തകമാണ്. അതുകൊണ്ട് എല്ലാവരും വന്ന് സഹകരിക്കാമെന്നും കൂടി പറഞ്ഞുകൊണ്ട് 25-ാം തീയതി മറ്റന്നാൾ ശനിയാഴ്ച വരണം. പറയാനുള്ളൂ എല്ലാവർക്കും. പിന്നെ അരികിൽ ഇത്തിരി നേരമിരിക്കണേ. ഈ വെന്റിലേറ്റർ വായിക്കുമ്പോൾ ഞാൻ കവിത ഇദ്ദേഹം തന്നെയല്ല, മറ്റൊരു സുഹൃത്തിലൂടെ ഞാൻ ഈ വെന്റിലേറ്റർ വായിച്ചു. രവി നേരത്തെ പറഞ്ഞതുപോലെ അതിൽ പല അഭിപ്രായങ്ങളുണ്ട്. ഒരുപക്ഷെ ആശുപത്രിയെക്കുറിച്ച് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞത് ആശുപത്രിയെക്കുറിച്ചാണ്. നേരത്തെ സംസാരിച്ചവരും പോലെ ആശുപത്രിയെക്കുറിച്ചാണ്. എനിക്ക് തോന്നിയിട്ടുള്ളത് പള്ളിയിലെ കാര്യങ്ങളും അമ്പലങ്ങളും ചർച്ചുകളും ഒക്കെ ജീവിച്ചു പോകുന്നത് ഇത്തരം സംഭാവനകൾ പിരിച്ചുകൊണ്ട് തന്നെ മനുഷ്യനെ എങ്ങനെയെല്ലാം ചൂഷണം ചെയ്യാമോ അതിലൂടെ തന്നെയാണ് ഇവരെല്ലാം ഇത് നിലനിർന്നു പോകുന്നത്. അപ്പോൾ ആശുപത്രി നിലനിൽക്കണമെങ്കിലും ഈ രീതിയിലുള്ള സാമ്പത്തിക സഹായങ്ങൾ പ്രൈവറ്റ് മേഖലയിൽ, സർക്കാർ മേഖലയിൽ നിരവധി സ്ഥാപനങ്ങൾ ആർദ്രം മുതൽ താലൂക്ക് തലത്തിൽ വരെ, ജില്ലാ തലത്തിൽ, ബ്രാഞ്ച് തലത്തിൽ, ഓരോ ഗ്രാമപ്രദേശങ്ങളിൽ പോലും കേരളത്തിൽ ഇന്ന് ആരോഗ്യരംഗം സജീവമാണ്. പക്ഷെ അവിടെയൊക്കെ അതിനെയൊക്കെ തള്ളിക്കൊണ്ട് പല സഹകരണ മേഖലയിലും ഗവൺമെൻറ് സെക്ടറിലും അല്ലാതെയും പ്രൈവറ്റ് സെക്ടറിലും ഒക്കെ ഇത് നിലനിൽക്കുന്നത് നമുക്ക് കാണുന്നുണ്ട്. ഇതൊക്കെ വേണ്ടിവരും. നേരത്തെ രവി പറഞ്ഞതിനോടാണ് എനിക്ക് കൂടുതലായിട്ട് യോജിപ്പുള്ളത്. ഒരുപാട് ഡോക്ടർമാർ, ഒരുപാട് സ്ഥാപനങ്ങൾ, അപ്ഡേഷൻസ് ഇല്ലാത്ത ഒരു സ്ഥാപനത്തിന് മുമ്പോട്ട് പോകാൻ പറ്റില്ല. നിരവധിയായ ഇൻസ്ട്രുമെൻ്റ് ഇല്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റില്ല. അദ്ദേഹം അവിടെ ഇരുന്നുകൊണ്ട് അദ്ദേഹം പല സ്ഥാപനങ്ങളും നടത്തി പരിചയപ്പെട്ട ഒരാളാണ്. എനിക്കെപ്പോഴും തോന്നിയ ഒരു വികാരം അതാണ്. ആ നോവലിൽ അദ്ദേഹം പറയാൻ ശ്രമിച്ചത് ഇത്തരം അപകടകരമായ സംവിധാനങ്ങളെ നമ്മൾ കരുതിയിരിക്കുക എന്ന ഉദ്ദേശമാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമാണ്. തീർച്ചയായും അത് കരുതിയിരിക്കണമെങ്കിൽ
നമുക്ക് മറ്റൊരു സെക്ടറുണ്ട്, ആ സെക്ടറിനെ നമ്മൾ വാരിപ്പുണരണം, അതിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി നമ്മൾ പണിയെടുക്കേണ്ടതുണ്ട്. ഇവിടെ നമുക്ക് പിന്നെ ഇദ്ദേഹത്തിൻ്റെ ജയിൽ, ഗൾഫിലെ ജയിൽ, അതുപോലെ അവിടുത്തെ സ്ഥാപനങ്ങളെക്കുറിച്ചൊക്കെ ആ നോവലിൽ പ്രതിപാദിക്കുന്നു. ഈ ഇന്നത്തെ ചർച്ച ദീർഘിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു ചർച്ച അത് ഗംഭീരമായി അദ്ദേഹത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്. ഇനിയും ഒരിക്കൽ കൂടെ വായിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. തീർച്ചയായും ഞാൻ ഇനിയും ഞാൻ വായിക്കും എന്ന് അദ്ദേഹത്തിന് ഉറപ്പ് നൽകിക്കൊണ്ട് നിർത്തുന്നു. ഹേതു മധു എസ് നായരുടെ ആ വാക്കാണ്. അത് ഞാൻ സെക്രട്ടറി ആയിരുന്നപ്പോഴും ആളില്ലെങ്കിലും നമ്മൾ ആ 23 കൂടിയിട്ട് ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്തോഷ വാർത്ത ഞാൻ മധു എസ് നായരിനെ അറിയിക്കുകയാണ്. അപ്പം ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് പിന്നെന്താണ് നമുക്ക് നമ്മുടെ എഴുത്തുകാരിലേക്ക് പോകാം. ഇപ്പോൾ സാഹിത്യ സംഘത്തിൻ്റെ ആദ്യ രൂപത്തിന് മഹാനായ സഖാവ് EMS നമ്പൂതിരിപ്പാട് നൽകിയ നിർവചനവും വിശേഷണവുമാണ് സാഹിത്യം എല്ലാവർക്കും തോളോട് തോൾ ചേർന്ന് വെക്കേണ്ടതാണെന്നും അത് അവരുടെ ജീവിത സാഹചര്യങ്ങളെ പഠിച്ച് മനസ്സിലാക്കി അവർ മുന്നേറാനുള്ള സാഹചര്യം സാഹിത്യ കലാസൃഷ്ടികളിൽ നിന്ന് ഉണ്ടാവണമെന്ന് സഖാവ് EMS ശ്രദ്ധിച്ചിരുന്നു. കേരളത്തിലെ കലാസാഹിത്യ സംഗമങ്ങളിൽ എൻ്റെ ഓർമ്മയിൽ ദേശാഭിമാനി സ്റ്റഡി സർക്കിളും തുടർന്ന് വന്ന പുരോഗമന കലാസാഹിത്യ സംഘവും വളരെ പുരോഗമനാത്മകമായ കാഴ്ചപ്പാടുകളാണ് അതിൻ്റെ ഓരോ സമ്മേളനങ്ങളിലും മുദ്രാവാക്യങ്ങളായി ജനങ്ങളുടെ മുമ്പിൽ അണിനിരുന്നത്. ഇത് പറയുമ്പോൾ മഹാനായ എഴുത്തുകാർ ചെറുകാട് സച്ചിദാനന്ദൻ അല്ലെങ്കിൽ ബാലചന്ദ്രൻ പുള്ളിക്കാട്, നോവലിസ്റ്റുകളായ M. മുകുന്ദൻ, കാക്കനാടൻ തുടങ്ങി മലയാള സാഹിത്യത്തെ ആധുനിക കാലത്ത് പ്രജ്വലമാക്കിയ നിരവധി ആളുകളെ സ്മൃതിപഥത്തിൽ വരികയാണ്. പുരോഗമന സാഹിത്യ സംഘം മുന്നോട്ട് വയ്ക്കുന്ന ഒരു സാഹിത്യ ദർശനവും അത് ഏത് ആധുനികതയിലും മനുഷ്യ മനസ്സിൽ ഒരു വിപ്ലവാത്മകമായ ഒരു ചിന്ത ഉടലെടുപ്പിക്കുന്ന തരത്തിലാവണം കലാസൃഷ്ടികളുടെ ഏലും എലുകകൾ എന്ന് പറയുന്നത് അതിൻ്റെ മൊത്തം സാഹചര്യങ്ങളെ അനുകൂലിച്ചുകൊണ്ടാണ്. എൻ്റെ 2 നോവലുകൾ ആദ്യ സൃഷ്ടിയായ പ്രവാസത്തിലും ഇപ്പോൾ പ്രസിദ്ധീകൃതമായിരിക്കുന്ന വെന്റിലേറ്ററിലും ചില സംഭവങ്ങളൊക്കെ എൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് വാർത്തെടുത്തതാണ്. എന്നാൽ വെന്റിലേറ്റർ എന്ന ഈ നോവലിൻ്റെ കഥാതന്തു തികച്ചും ഭാവനയിൽ നിന്നാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. നിരവധി വർഷം പ്രവാസിയായി കഴിഞ്ഞ ഞാൻ ആ നാളുകളിലെ ചില അനുഭവങ്ങൾ ഭാവനയിലൂടെ ചാലിച്ചെടുത്തതാണ്. ഈ 2 സൃഷ്ടികൾക്കും അതിൻ്റെ അനുഭവ പരിസരത്തിൽ നിന്നുകൊണ്ട് ഏറ്റവും നല്ല വ്യാഖ്യാനങ്ങൾ നൽകാൻ കഴിയും. ചർച്ച ചെയ്യാൻ അവസരമുണ്ടാക്കിയ പുരോഗമന കലാസാഹിത്യ പ്രവർത്തകർക്ക് ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുന്നു. ഇതിൻ്റെ ചർച്ചയിൽ നോവലിനെക്കുറിച്ചും എന്നെക്കുറിച്ചും വളരെ വിശദമായി അവതരിപ്പിക്കുക CLMA, അതായത് എൻ്റെ അമീച്ചാക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ. പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ പ്രതിമാസ പരിപാടിയായ വായനാ സന്ധ്യയിൽ ഇന്ന് തോട്ടത്തിൽ മുഹമ്മദ് അലി രചിച്ച വെന്റിലേറ്റർ എന്ന നോവലാണ് ചർച്ച ചെയ്തത്. ഇന്ന് ധാരാളം ആളുകൾ ഈ ചർച്ചയിൽ പങ്കെടുത്തു. ഈ ചർച്ചയ്ക്ക് കൂടുതൽ കാര്യങ്ങൾ പുസ്തകം വായിക്കാത്തതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ കടക്കുന്നില്ല. എഴുത്തുകാരനെ ഞാൻ വളരെ മുമ്പ് തന്നെ പരിചയപ്പെട്ടതാണ്. പക്ഷേ ആദ്യം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല ഇദ്ദേഹമാണ് ആ അദ്ദേഹമെന്ന്. എൻ്റെ ബ്രദറിൻലോ ഒരു പെരുമ്പളയിൽ ഒരു കുഞ്ഞുമ്പുണ്ട്. അദ്ദേഹം കുവൈത്തിലായിരുന്നു. അപ്പോൾ കുവൈത്തിൽ നിന്ന് എക്സ്പാർട്ടിയായി വന്ന സമയത്ത് ഇറാഖ് യുദ്ധം കഴിഞ്ഞ സമയത്ത് കുവൈത്തിൽ നിന്ന് വന്നപ്പോൾ ഞാൻ കോട്ടക്കടിയിലായിരുന്നു താമസം. അപ്പോൾ കോട്ടക്കടി താമസിക്കുന്ന സമയത്ത് എൻ്റെ അളിയൻ, അതായത് ബ്രദറിൻ്റെ അളിയനും ഞാനും കൂടി ഇങ്ങോട്ട് വരുമ്പോൾ ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നു. ഇദ്ദേഹം കുവൈത്തിലുണ്ടായിരുന്നു, ഇദ്ദേഹം എഴുത്തുകാരനാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹം ഞാൻ അന്ന് പരിചയപ്പെട്ടു. പക്ഷേ പിന്നീട് കുറച്ചു കാലം അദ്ദേഹത്തെ ഞാൻ കണ്ടിരുന്നു. പിന്നെ അപ്പോൾ അന്നേരം ഒരു അരീവിനെ കമ്പനി നടത്തുന്നതായിട്ടും അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞില്ല. നിങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം. പിന്നീട് അദ്ദേഹത്തെ കാണുന്നില്ല, കേരളത്തിൽ കാണുന്നില്ല. അപ്പോൾ അതാണോ ഇദ്ദേഹം തന്നെയുള്ള പലപ്പോഴും സംശയം. പിന്നെ
പുസ്തകം ചർച്ച ചെയ്യാൻ അദ്ദേഹം നമുക്ക് നമ്മുടെ പുരോഗമന കലാ സാഹിത്യ സംഘത്തിൻ്റെ വേദിയിൽ വെച്ച് ചർച്ച ചെയ്യാൻ അദ്ദേഹം തയ്യാറായതിന് $550D ക്വാളിറ്റി TMT സ്റ്റീൽ ബാറായ മിനാർ TMT സ്റ്റീൽ ബാർ ഉപയോഗിച്ചാൽ പിന്നെ ഏത് ആകാശം മുട്ടുന്ന ബിൽഡിംഗും കരുത്തോടെ കാലങ്ങളോളം നിലനിൽക്കും. വിശ്വാസത്തിന്റെ കാതൽ, കരുത്തിന്റെ കാവൽ. മിനാർ TMT ടെംകോർ FE 550D സ്റ്റീൽ ബാർ. മറിയം ബോഡി ലോഷന് വെല്ലുന്ന ഒരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിലെ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിംഗും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷെ മുസ്കാൻ കിട്ടിയതിന് ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെക്കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും. ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം, പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ. City Gold and Diamonds, Kerala and Karnataka, a glow of purity.